ചുഴലി അബ്ദുള്ള മൗലവി എന്ന തൗഹീദ് പറയുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി സംസാരിക്കുന്ന ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേട്ടു എന്ന കാരണത്താൽ സമസ്തക്കാര് കൂട്ടം ചേർന്ന് ഹിദായത്തിലേക്ക് എത്തിച്ച താങ്കളുടെ ഈ ഒരു കഥ ഇൻഷാ അല്ലാ ഞാൻ യൂട്യൂബിൽ ചെയ്യും ഇൻഷാ അല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാ. ഞാൻ ആലപ്പുഴയിൽ നിന്നാ. പറയൂ. വെറുതെ വിളിച്ചതാ, ഒന്ന് നേരിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെ രണ്ടുപേരെ. ആരെയൊക്കെയാ? ഒന്ന് മൻസൂർ സാഹിബിനെയും മറ്റൊന്ന് നമ്മളെ അമീർ ഒതുക്കുങ്ങൾ. നിങ്ങളിപ്പോ ഈ ചെയ്യുന്ന സേവനം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എനിക്ക് ഈ അവസാനം മൻസൂർ ചെയ്ത ആ ജമിനിയോട് ചോദിക്കുന്ന ഇതുണ്ടല്ലോ, അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ വിളിച്ചതേ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താനാ. നമ്മുടെ ഈ ഹാരിസ് മദനി അവസാനം ബദരീങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയെന്നും പറഞ്ഞ് ഒരു പാട്ട് പാടിയ ഒരാളെ ശരിക്കും പരിഹസിക്കുന്നുണ്ട്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. അപ്പൊ ഈ ഹാരിസ് മദനി ഒന്നും കാണുന്നില്ലേ? ഈ മറ്റേ മജീദ് മൗലവിയും അതേപോലെ പകരം ഒക്കെ ഇങ്ങനെ പറയുന്ന അള്ളാഹെ കുറിച്ചൊക്കെ അള്ളാഹെ പോലെയാണെന്ന് തോന്നുന്നത്. ബഹുമാനപ്പെട്ട CM എന്ന് പറഞ്ഞതാ. അതെന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലെ. അതേപോലെ ഈ പകര പറയുന്നതൊന്നും ഇവര് കേൾക്കുന്നില്ല. അലറത്തിൽ കുതിസിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ എന്ന അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഷെയ്ഖിനെന്ന അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു പാട്ട് പാടിയ ഒരു സാധുവിനെ എന്ത് ചെയ്യുക? അയാളെ ഇത്രയും പരിഹസിക്കും, ഇത്രയും ആക്ഷേപിക്കുമ്പോഴേ ഈ കൂട്ടത്തിൽപ്പെട്ടവർ ഇതേപോലെ പറയുമ്പം അതെന്ത് ചെയ്യുന്നില്ല, അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഈ ഇരട്ടത്താപ്പ് അത് മൻസൂറിനെ പോലുള്ളവരൊന്ന് ഇതും കൂടി ഒന്ന് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോ ഇതൊന്ന് സൂചിപ്പിക്കണം. ഇൻഷാ അല്ലാ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് അബ്ദുൽ ഖാർ എന്നാ. ഞാൻ സുന്നി ഈ ഖുറാഫാത്തിലായിരുന്നു. അവസാനം ചുഴലിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാനൊരു വളഞ്ഞ വഴിയിൽ പോയി. ആ പള്ളിയിൽ നിന്ന് പോയപ്പം തിരിച്ചു ചെന്നപ്പം എനിക്ക് അവിടെ ജോലി കിട്ടണമെങ്കിൽ ഞാൻ മാപ്പെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാപ്പെഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്ത് അതോടുകൂടി അവിടെ നിന്ന് വിട്ടു. പിന്നെ ഞാൻ പല പള്ളിയിലും കയറാൻ ശ്രമിച്ചു. എങ്ങനെ ഈ സുന്നി ഖുറാഫത്തിന്റെ ഖുറാഫി പള്ളി കയറാൻ നോക്കിയപ്പം അവരെന്നോട് ചോദിച്ചു, എന്താ 15 വർഷം ജോലി ചെയ്തിരുന്ന പാനൂരിന്ന് പോകുന്ന എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചുഴലിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് പോയി, അപ്പൊ അതിനു വേണ്ടി എന്നെ പിരിച്ചു വിട്ടതാന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ചോദ്യം, ഇവിടെ ഇപ്പം ജോലി നോക്കിയാൽ ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചാൽ ഇനിയും ഇതേപോലെ പ്രസംഗം കേൾക്കാൻ പോവുമോ? ഞാൻ പറഞ്ഞു പോകത്തില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പം എന്ത് ചെയ്യും, പ്രസംഗമല്ലേ, ആരുടെ പ്രസംഗം കേൾക്കാല്ല, അങ്ങ് പോയെന്നിരിക്കും. അപ്പൊ അതോടുകൂടി അവരെന്ത് ചെയ്തു, ആർക്കും വേണ്ടാതായി. അങ്ങനെ പിന്നെ ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചു. എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ അവിടെ കഴിഞ്ഞുകൂടുക. പിന്നെ എങ്ങനെ ഇതിലേക്ക് ഞാൻ കടന്നു വന്നാൽ ഈ നാട്ടിലൊക്കെ ഒറ്റപ്പെടുമല്ലോ എന്നുള്ള ആ ചിന്ത. അങ്ങനെ ഇപ്പം അൽഹംദുലില്ലാ ഞാൻ ഏതൊരു 10 കൊല്ലമായി. മറ്റേ 2015 10 കൊല്ലമായിട്ട് സലഫി പള്ളിയിൽ സേവനം അനുഷ്ഠിക്കുക. അൽഹംദുലില്ലാ ഖുതുബയൊക്കെ ഇടയ്ക്ക് ഖുതുബയൊക്കെ നിർവഹിക്കാറുണ്ട്. ഇപ്പൊ കൊച്ചിയിലാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം എനിക്ക് അതൊരു വളരെ മുജാഹിദിന്റെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചെയ്യുന്നത് പോലല്ല, അതിനേക്കാളെല്ലാം
നിങ്ങൾ വളരെ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തില്. ഞാൻ സാധാരണക്കാരനാണ്. ഞാൻ കൂടുതൽ പഠിച്ചിട്ടോ അറിവൊന്നുമില്ല. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അത് ആ. തന്നെ വളരെ ഒരു അങ്ങനെ അത് സമ്മതിച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ ഇവരെ പരിഹരിക്കുക, ഇവരുടെ കാര്യങ്ങൾ എടുത്ത് പറയുന്നതിന് അറിവൊന്നും വേണ്ട. ഒരു 10ാം ക്ലാസ് വരെ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും എന്ത് ചെയ്യാം. അതെ, കാരണം അതുപോലാണ് ദീനിനെ ഇവരെന്ത് ചെയ്യുന്നത്, വളരെ വിൽപ്പനത്തിരക്കാക്കി അവരിങ്ങനെ എന്ത് ചെയ്യുന്നത്, സൂചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മൻസൂർ സാഹിബ്, ഈ ആരിസ് മദനിയുടെ ഈ ഇപ്പോഴത്തെ ഈ നിലപാട് ചെയ്യാം. പിന്നെ ഹാരിസ് മദനി ഇപ്പോ ഞങ്ങളുടെ നാട്ടിലാ, ഇവിടെ മണ്ണാർക്കാട് ഹനഫി ടൗൺ ഹനഫി മസ്ജിദിലാ. ആണോ? ഇന്നലെ പോലും കണ്ടിരുന്നു. അത് ശരി. എനിക്കിപ്പോ അയാള് ആ പാട്ട് പാടിയതിനെതിരെ ഇയാള് രംഗത്ത് വന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, വളച്ചവനെ ഈ AP വിഭാഗത്തിൽ എത്രയോ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവര്. അത് ഇത്രേ ഉള്ളൂ. അതായത് അത് മറ്റേത് ഏതോ ഒരു ത്വരീഖത്തുകാരാണ്, ഇവരുടെ ഭാഗമല്ല. ഇവരെന്ത് ചെയ്താലും അത് തുറന്നു പറയില്ല. മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തുറന്നു പറയും. അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. അത് തുറന്നു പറയുന്നത്, അതാണ് നമുക്ക് മനസ്സിലാകത്തത്. ഇൻഷാ അല്ലാഹ്. പിന്നെ ചാനലുകളൊക്കെ ഈ AP വിഭാഗത്തിന്റെ ആളുകള് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോകള് ഇപ്പൊ പഴയ ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ പുതിയ വീഡിയോ ഇൻഷാല്ലാ പറ്റുമെന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് പുതിയ വീഡിയോകൾ വരും. ആ കൂടുതൽ നമുക്കിത് ചെയ്യാം. മൻസൂറേ, ഈ പഴയ കാര്യങ്ങൾ ഇവരുടെ ഈ കറാമത്തും അതൊക്കെ എടുത്ത് പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഇത് ആവർത്തന വിരസത ഉണ്ടാക്കും, നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും പറയേണ്ട കാര്യമില്ല. പുതിയ ആൾക്കാരെന്ത് ചെയ്തോളും, കാണുന്നവർ കാണട്ടെ. നിങ്ങള് ആ പഴയത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ആരെന്നറിയാവോ? ഈ AP-ക്കാർക്ക് ഇത് കാണുമ്പോ ഉള്ളല്ല, ഇവൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ എടുത്തിടുക. അപ്പൊ അത് അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുള്ളു. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട, ഇതിങ്ങനെ എന്ത് ചെയ്യാം. എവിടെ, വീട്ടിലാണോ ഇപ്പൊ? അല്ല, ഞാൻ ഇന്ന് ഒരു മാസമായിട്ട് ഇപ്പൊ വീഡിയോയിൽ കുറവ് വന്നതും അതാണ്. എന്റെ സുഹൃത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാപനം ഈ ഒരു മാസത്തേക്ക് ഞാനാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തോളം ചെറിയൊരു തിരക്കുണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നന്നായിട്ട് തന്നെ വീഡിയോയില് വരണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ചുവലി അബ്ദുള്ള മൗലവി, ഞാനും ഖുറാഫാത്ത് തന്നെയായിരുന്നു. ഖുറാഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രീം ലെവലിൽ പോയിരുന്നൊരു ത്വരീഖത്ത് ഭാഗമായിട്ടൊക്കെ പോയിരുന്ന ഒരാളാണ്. പിന്നീട് തൗഹീദ് ഉൾക്കൊണ്ടു, പരിശുദ്ധ ഖുർആനൊന്ന് വായിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് തൗഹീദിലേക്ക് എന്നെ നയിച്ചൊരു ആ ഒരു പ്രചോദനം ഉണ്ടായ കാര്യം. പിന്നീട് ചുവലി അബ്ദുള്ള മൗലവിയുടെ തൗഹീദ്, ഷിർക്ക്, ഷഹാദത്ത്, അതെ, ഇതിന്റെ പ്രസംഗം കേൾക്കുമ്പോഴല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങളും പഠിക്കാൻ പറ്റും. പുള്ളി തബ്ലീഗിലായിരുന്നപ്പോഴും പുള്ളി പറഞ്ഞത് ഈ തൗഹീദ് തന്നെ. അതെ, അവിടെ പറയാവുന്നതിന്റെ പരമാവധി പുള്ളി പറയുള്ളൂ. അന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോകും. ചുഴലിയുടെ പ്രസംഗം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആരെ ആകർഷിക്കും. തീർച്ചയായിട്ടും ആ രൂപത്തിലുള്ള പ്രസംഗം അറിയണം. അതെ, ഞാൻ ഇതിലിങ്ങനെ ഈ സംസ്ഥയുടെ മദ്രസയിലൊക്കെ ജോലി നോക്കുമ്പോ തന്നെ അവസാന സമയത്ത് റേഞ്ച് വിഭാഗത്തിൽ ഞാൻ ഒരു പാട്ട് പാടിപ്പോ അത് ഈ കിഫായി ഷെയ്ഖിനെ കുറിച്ച്, അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ട മുഷിന്താരെ, സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നവർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഈ പാട്ട് പാടിയിട്ട് ഞാൻ ചോദിച്ച്, സാധാരണ കർമ്മം കൊണ്ടാണല്ലോ ഔലിയാക്കളാവുന്നത്, ഇത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഔലിയായിട്ട് ഇങ്ങോട്ട് വിടുന്നെങ്കിൽ ഈ കെട്ടുകഥകളൊക്കെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, ഗർഭത്തിലാവുമ്പോഴും അല്ല, അതിനു മുമ്പേ ഔലിയാണ്. ബാബാ മോദൂബിയിലെ അപ്പോ അബ്ദുൽ സാഹിബേ, ഈ ചുവലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെ ഞാൻ ഇടക്കൊന്ന് വിമർശിച്ചിട്ടുണ്ട്. നസീഹത്തോടുള്ള വിമർശനമാണ്. പിന്നെ അതാ ഫലസ്തീൻ വിഷയത്തില് ചെറിയൊരു 1-2 കാര്യങ്ങള്. അത് ശരിയാണ്. അത് എനിക്കും ഇവിടെ അദ്ദേഹം വന്നപ്പോൾ ഈ അങ്ങോട്ട് ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തു. പുള്ളി ഉദ്ദേശിച്ചത് വേറൊന്നാണ്. ഈ ഷിയാക്കളുടെ അങ്ങോട്ടുള്ള വെറുപ്പ് പുള്ളി പഠിച്ചതനുസരിച്ച് ഷിയാക്കളെ പുള്ളി അത്രത്തോളം വെറുക്കുന്നു. പക്ഷെ യുവത്വത്തിനത് നേരെ ഉൾട്ടായിട്ടാണ് തിരിയുള്ളൂ.
അതാണ് അതങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ AP വിഭാഗത്തിലൊരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു വഹാബ് സഖാഫി, അത് വളരെ മോശമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മാനസിക ഞാൻ കണ്ടായിരുന്നത്. അത് പിന്നീട് അദ്ദേഹം ഷുഹൈൽ അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ തന്നെ എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഞാൻ കണ്ട വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ഈ സംസ്ഥയുടെ ഈ സുന്നിപ്പള്ളി ജോലി നോക്കുമ്പോഴേ കുത്തുബിയത്തിനെ വിളിച്ചാല് ഞാൻ പോവില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് എന്ത് ചെയ്യും, ലീവ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോരും. അന്നേരം അവിടുത്തെ ഖത്തീബ് ഉണ്ടല്ലോ എന്നോട് പറയുന്നത് എന്താണെന്നോ, നിങ്ങൾക്ക് ഇങ്ങനെങ്കിലൊക്കെ ഒഴിവായി പോവാ, എനിക്കതും പറ്റില്ല, ഞാൻ എങ്ങനെ പെട്ടുപോയി എന്ന് പറയുക. അപ്പം അവിടെ നിൽക്കുന്ന ഉസ്താദുമാര് ജീവിക്കാൻ വേണ്ടി അങ്ങനെ തുടർന്ന് പോകുന്നത്. തീർച്ചയായിട്ടും എന്നെ പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പടച്ചവൻ എനിക്ക് എന്ത് ചെയ്തു, ഈ രൂപത്തില് അന്ന് എന്നെ പുറത്താക്കാനുള്ള സാഹചര്യം അള്ളാഹു എനിക്ക് ഉണ്ടാക്കി തന്നു. ആ ചൊല്ലിയുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയില്ലെങ്കിൽ ഇന്ന് ഞാൻ പ്രാമത്തിൽ നിൽക്കും. ഖുറാഫാത്ത് അറിഞ്ഞുകൊണ്ട് അതിനെ ഓരം ചേർന്ന് പോകേണ്ട അവസ്ഥ വരും. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഒരു ബിദഅത്ത് പോലും ചെയ്യാതെ ഞാൻ വളരെ മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചു പോരുക. അതെ, എനിക്ക് അറിവ് കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാലും ഒരു കാര്യം മാത്രം പറയാണ്, ഈ ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സൂചന, ചെറിയൊരു ഇപ്പൊ എനിക്ക് ഖുർആന്റെ പരിഭാഷ ഒന്ന് വായിക്കാൻ തോന്നിയതാണ് എന്നെ മാറ്റത്തിലേക്ക് നയിച്ചത്. അതേപോലെ നിങ്ങൾക്ക് അത് കേൾക്കാൻ പോയതാണ് നിങ്ങൾക്ക് അള്ളാഹു ആ ഹിദായത്തിന്റെ മാർഗം തുറന്നു തന്നത്. അതെ, അത് പല രൂപത്തിൽ അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബല്ലേ. അതെ അതെ, നമുക്ക് ഹിദായത്ത് തരുന്ന ഏത് മാർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യാം, ഈ ഹിദായത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഫാത്തിഹ ഓതുന്നത് വെറുതെ അല്ലല്ലോ, 17 പ്രാവശ്യം അള്ളാഹുവിനോട് എന്ത് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന തിബാഹു വഅരിനൽ ബാത്തില ബാത്തിലം വർസുഖ്ന ഇജ്തിനാബ. ഈ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി അർത്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു എന്ത് ചെയ്യും, നമുക്ക് ആ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരും. തീർച്ചയായിട്ടും. പിന്നെ മൻസൂർ സാഹിബ് എന്തെങ്കിലും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ എന്റെ കഴിവിന്റെ പരിധിയിൽ ഞാൻ എന്ത് ചെയ്യും, കാരണം ഈ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. സാഹിബ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, പരാധീനതകളൊക്കെ ഉണ്ട്. അത് മറ്റൊരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ വഴികളിലൂടെ നമ്മളത് തരണം ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോ അൽഹംദുലില്ലാ ഇങ്ങനെ പോട്ടെ. പിന്നെ അത്രയും ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോ സഹോദരന്മാരൊക്കെ സഹായിക്കാറുണ്ട്. ഈ ഇതിൽ നിന്ന് ഏണിങ്ങോ മറ്റൊന്നും ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. നേരത്തെ തന്നെ എന്റെ കട്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇപ്പൊ വിഷയമല്ല. ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്താണ്. ഷുഹൈൽ അബ്ദുള്ള മൗലവിയെ ഇനി എപ്പോഴെങ്കിലും നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എന്റെ അന്വേഷണം അറിയിക്കണം. ഇൻഷാ അല്ലാ. ഏതായാലും അബ്ദുൽ ഖാദർ സാഹിബ് ഇടക്ക് വിളിക്കണം. നിങ്ങളിപ്പോ ഖത്തീബായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പം കൊച്ചിയിലാണ്. കൊച്ചി ഇവിടെ ഖത്തീബ് സുബർപുടിയേക്കല. കൊച്ചിയില് ഒരു അബ്ദുൽ കലാം മൗലവിനെ അറിയോ? സലഫിയാണോ? സലഫിയാണ് അദ്ദേഹം. ഇപ്പോ AP വിഭാഗം ഒരു പള്ളി പിടിച്ചെടുത്തല്ലോ, മറൈൻ ഡ്രൈവിലാണ് തോന്നുന്നത്, എറണാകുളത്തെ. ആ പള്ളിയിൽ ഖത്തീബായിരുന്നു അദ്ദേഹം. അവിടെ ഗുണ്ടായിസൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നതിനിടയിൽ ഞാൻ വിട്ടുപോയി. ഞാന് ഖുർആനും സുന്നത്തും പരമാവധി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു സംഘടനയുടെയും വക്താവായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രതലത്തിലല്ല നിൽക്കുന്നതെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതും വളരെ നല്ലത് തന്നെ. കാരണം എന്താണ്, തുറന്നെന്തും പറയാം. അതെ അതെ, ഞാനതൊക്കെ മനസ്സിലാക്കി. നിങ്ങളുടെ ഓരോ വീഡിയോ കാണുമ്പോഴും ഇതൊക്കെ സൂചിപ്പിക്കാറുണ്ടല്ലോ. അതങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇപ്പൊ എല്ലാവരും സലഫിയത്തിലേക്ക് വന്നൊന്നും ഇത് സംഘടനയെ ഒന്ന് മെമ്പർഷിപ്പ് എടുക്കണമെന്നൊന്നും ഇല്ല. ഇന്നുണ്ടല്ലോ ഈ സമസ്ത നിൽക്കുന്ന ഒരുപാട് പേര് സലഫിയായിട്ട് അവരവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളെ പോലെ വരാത്തത് എന്താണെന്നോ, അവര് വന്നാൽ ഒരുപാട് ഈ വിവേചനങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അവർ ഇതിലേക്ക് വരാതെ അവിടെ തന്നെ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ അവരെന്ത് ചെയ്യുന്നു, ജീവിക്കുന്നുണ്ട്. അത് നമ്മളറിയാതെ എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു വിഭാഗം. ഇൻഷാ അല്ലാഹ്
തുടർന്ന് മുമ്പോട്ട് ഇതേപോലെ തന്നെ മുമ്പോട്ട് പോവുക. ഇൻഷാല്ലാ ദുആയിൽ ഉൾപ്പെടുത്തുക സാഹിബ്. പിന്നെ സമസ്ത വിഭാഗങ്ങൾക്ക് തൗഹീദ് പറയുന്ന ആളുകളുടെ കേൾക്കുക എന്നുള്ളത് അവരുടെ അണികളെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ചുഴലി അബ്ദുള്ള മൗലവി എന്ന തൗഹീദ് പറയുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി സംസാരിക്കുന്ന ഒരു ദാഇയുടെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേട്ടു എന്ന കാരണത്താൽ സമസ്തക്കാര് കൂട്ടം ചേർന്ന് ഹിദായത്തിലേക്ക് എത്തിച്ച താങ്കളുടെ ഈ ഒരു കഥ ഇൻഷാല്ലാ ഞാൻ യൂട്യൂബിൽ ചെയ്യും ഇൻഷാല്ലാ. അത് അവരുണ്ടല്ലോ, അവര് ഈ ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് അവർ പിടിച്ചു നിൽക്കുന്നത്. ആരുടെയും പ്രസംഗം കേൾക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ പൊളിഞ്ഞു പോകും അത്. അതൊന്നും കാണത്തില്ല. അത് അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരു സലവി കയറുന്ന ബസ്സിൽ കയറരുത്, അതവര് പറയുന്നത് വെറുതെ അല്ല. അവർക്ക് പിടിച്ചു നിൽക്കണ ഇത് വേണം. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി പോണ ചപ്പ് ചണ്ടി പോലെ ഒഴുകി പോകാവ, അത്രേ ഉള്ളത്. ഷിയാബടക്ക ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ സലഫികള് അവരുടെ ഏത് പ്രസംഗം വേണമെങ്കിലും കേട്ടോ. അതെ, അതായത് വഹാബ് സഖാഫി അവൻ പറയാണ് സലഫിയുടെ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുക. അതിന് മറുപടി ആയിട്ട് ഞാനിട്ടത് ഷിയാബ് അടക്കര പറയുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് അത് കേട്ടാ ഒന്നും സംഭവിക്കാൻ പോകുന്നു നമുക്കറിയാം. അത് അമ്പലക്കടവും മറ്റവരൊക്കെ പറഞ്ഞില്ലേ, അഹമ്മദുല്ലാ കാസി പറഞ്ഞില്ലേ വാറുകളിൽ പോകുന്ന കാര്യം. അപ്പൊ നമ്മൾ ഈ തൗഹീദിലാണെന്നുള്ളതിന് അവര് തന്നെ സാക്ഷ്യപ്പെടുത്തുക. ഇതല്ല അവർക്ക് ഉറപ്പാണത്. അവർ പറയുന്നത് കള്ളമാണ്, ഇതാണ് സത്യം എന്നുള്ളത് അവർക്കറിയാം. കാര്യം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആരാണോ പറയുന്നത് അതാണല്ലോ സത്യം, അതാണല്ലോ ദീന്. അതെ. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.